So let's discuss the beginning of Roman literature. In this scene, you are viewing a Roman theatre, an old model of Roman theatre. The uplifted building is called Scena. In the semicircle part, there will be an orchestra, and here audience will be seated around. Now, let's discuss the history of Roman literature. First, the history of Roman literature begins around 3rd century BC. It reaches its golden age during the rule of Augustus in the early part of Roman Empire. ഇപ്പോൾ റോമൻ ലിറ്ററേച്ചറിൻ്റെ തുടക്കം എന്ന് പറഞ്ഞാൽ 3rd century BC-യിലാണ്. ഡ്യൂറിങ് ദിസ് ടൈം കിങ് ഓഗസ്റ്റസ് റൂൾ ചെയ്യുന്ന പീരീഡ് ആയിരുന്നു. ആ പീരീഡ് തന്നെ ഗോൾഡൻ ഏജ് എന്നറിയപ്പെടുന്ന പീരീഡാണ് ഇൻ ഹിസ്റ്ററി. Many developments were there in the form of poetry, speech, letters എല്ലാം ഡെവലപ്പ് ചെയ്യുന്നത് ഡ്യൂറിങ് ദിസ് ടൈം. So it is known as a golden age, okay? It is known as golden age in the history of Rome. So the Romans wrote, during that time, Romans wrote a lot of poetry, histories, and they also wrote letters and made a lot of formal speeches. The works of Homer, Sophocles, Horace, Plautus, and Ovid would all comprise classical European literature. ഇപ്പോൾ നമുക്ക് കിട്ടുന്ന ഹിസ്റ്ററീസ് എല്ലാം ക്ലാസിക്കൽ ലിറ്ററേച്ചർ എല്ലാം ത്രൂ ഹൂസ് വർക്ക് വി ആർ ഗെറ്റിംഗ് ഹോമർ, സോഫോക്കസ്, ഹൊറേസ്, പ്ലോട്ടസ്, ഓവിഡ് ഇവരെല്ലാം വർക്ക് നമുക്ക് ആ ഒരു കാലഘട്ടം നടന്നിരുന്ന ട്രഡീഷൻസും ലൈഫ് സ്റ്റൈൽസും കൾച്ചർ എല്ലാം നമുക്ക് ആ ഒരു സ്റ്റോറീസ് നമുക്ക് ഹിസ്റ്ററീസ് നിന്നാണ് കിട്ടുന്നത്. So we can get the Roman literature from their works, okay, or classical European literature. Rome had a vibrant and accomplished literature born from the established tradition of ancient Greece. അപ്പോൾ ഗ്രീസിൽ നിന്നാണ് എല്ലാ റോമിൻ്റെ ലിറ്ററേച്ചർ ഡെവലപ്പ് ചെയ്തത് ഫ്രം ഗ്രീസ്. Livius Andronicus, a Greek prisoner of war, translated the first play into Latin in 230 BC, and soon Roman authors were creating their own dramas, histories, and epic poetry. അപ്പോൾ നമുക്ക് ഇവിടെ തുടക്കം വെച്ചത് റോമൻ ഹിസ്റ്ററിൻ്റെ തുടക്കം വെച്ചത് എന്താ വെച്ചാൽ ഒരു ഗ്രീക്ക് പ്രിസണർ ഉണ്ടായിരുന്നു, ലിവിയസ് ആൻഡ്രോണിക്കസ്. അയാളെ റോമിലേക്ക് കൊണ്ടുവന്നിരുന്നു. അപ്പോൾ അയാളാണ് ഫസ്റ്റ് ട്രാൻസ്ലേറ്റ് ചെയ്തത്. ലാറ്റിൻ ഗ്രീക്ക് പ്ലേ എല്ലാം ലാറ്റിൻ വേർഷനിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തത്. സോ ഫ്രം ദാറ്റ് many other Roman authors started to create their own dramas, history, and epic poetry. Roman audience saw a Latin version of Greek play. So in front of the Roman audience, this Greek play was introduced in Latin version. Livius Andronicus introduced Greek dactylic hexameter, which became the standard version of Roman epics. അപ്പോൾ ഈ റോമൻ എപ്പിക്സിൻ്റെ ഒരു ഫോം ഡാക്റ്റാലിക് ഹെക്സാമീറ്റർ, അതൊരു പോയത്തിലൊരു ഫോമാണ്. 6 മീറ്റർ എന്നറിയും. ഓരോന്നും ഓരോ 6 സിലബിൾ, ഒരു വേർഡ് ഒരു ഫീറ്റ്, അങ്ങനെ ഓരോ വേർഡ്. അപ്പോൾ അതിന് 6 വേർഡ്സ് 6 സിലബിൾസ് ഉണ്ടാവും. അങ്ങനെ അതിന് 6 ഫീറ്റ് എന്ന് പറയും. ആ ഒരു മോഡൽ എപ്പിക് പോയത്തിൽ കൊണ്ടുവന്ന ഒരു മോഡൽ. അതിൽ ഉച്ചാരണം ഏതിനാണ് ഹൈ സ്ട്രെസ് കൊടുക്കേണ്ടത്, സ്ട്രെസ് റിലീസാക്കേണ്ടത്, ലോങ് സ്ട്രെസ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഫസ്റ്റ് സിലബിൾ നല്ല സ്ട്രെസ് കൊടുക്കും, പിന്നെ സ്ട്രെസ് കുറച്ച് വരും. അങ്ങനെ ആ ഒരു സ്ട്രെസ്ഡ് അൺസ്ട്രെസ്ഡ് ആ ഒരു രീതിയിലാണ് ഇത് വരുന്നത്. ഓക്കെ, ഹെക്സാമീറ്റർ പറഞ്ഞാൽ അതിന് ഫീറ്റ്, ഓരോ വേർഡ് ഓരോ മീറ്റർ. ഇപ്പോൾ ഒരു 6 വേർഡ്സ് ഉണ്ടെങ്കിൽ അതിന് 6 സിലബിൾസ് ഉണ്ടാവും. സിലബിൾസ് ആണ് ഉച്ചാരണം കൊടുക്കുന്ന വോവൽ സൗണ്ട്സിൻ്റെ സൗണ്ട്സ് വരുന്നതിനാണ് സിലബിൾ പറയുന്നത്. സോ ഈ ഒരു ഫോം ഇൻട്രൊഡ്യൂസ് ചെയ്ത് റോമൻ എപ്പിക്കിൽ ഇൻട്രൊഡ്യൂസ് ചെയ്തത് ആരാണ്? ലിവിയസ് ആൻഡ്രോണിക്കസ്. Now let's discuss the origin myth of Rome. റോമിൻ്റെ തുടക്കം എങ്ങനെയാണെന്ന് ഒക്കെ ഡീറ്റെയിൽഡ് ആയിട്ട് ഡിസ്കസ് ചെയ്യാം. According to tradition, on April 21, 753 BC, Romulus and his twin brother Remus found Rome on the site where they were circled by a she-wolf as orphan infants. Actually, the Romulus and Remus myth originated sometime in the 4th century BC, and the exact date of Rome's founding was said by the Roman scholar Marcus Terentius Varro in the 1st century BC. അപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റും റോം എന്ന സിറ്റി കണ്ടുപിടിച്ചത് ബൈ ദ ട്വിൻ ബ്രദേഴ്സ് റോമുലസ് ആൻഡ് റീമസ്, ഫ്രം വേർ ദേ വർ റേസ്ഡ് ബൈ ദ ഷീ വുൾഫ്. അപ്പം അവരെ റേസ് ചെയ്തത് ഒരു ഷീ വുൾഫാണ്. ഓക്കെ, അപ്പോൾ അവർ ബോൺ അല്ലെങ്കിൽ അവരെ റേസ് ചെയ്ത ആ സ്ഥലത്ത് വെച്ചിട്ടാണ് അവർ ആ റോം എന്ന സിറ്റി ഉണ്ടാക്കുന്നത് ബൈ റോമുലസ്. വി ക്യാൻ ഡിസ്കസ് ദ ആക്ച്വൽ സമ്മറി ഓഫ് ദ സ്റ്റോറി.
So, according to the legend, Romulus and Remus were the sons of Rhea Silvia, the daughter of King Numitor of Alba Longa. അപ്പോൾ ഇവിടെ നമുക്ക് ഹിസ്റ്ററി പറയുന്നത് എന്താ വെച്ചാൽ ഈ റോമുലസും റിമസും ഒരു മിത്തിക്കൽ സ്റ്റോറി പ്രകാരം ഡോട്ടർ ഓഫ് കിങ് ന്യൂമിറ്റർ റിയ സിൽവിയ എന്ന ഒരു ക്വീൻ ഉണ്ടായിരുന്നു. അപ്പം ആ ഒരു ക്വീന് കിങ് ന്യൂമിറ്ററിൻ്റെ മകളായിരുന്നു, ഡോട്ടർ. ഓക്കെ, അപ്പം ഈ റിയ സിൽവിയക്ക് ഉണ്ടായ 2 ഇരട്ട മക്കളാണ്, ട്വിൻ സൺസാണ് റോമുലസും റിമസും. Okay, on Alba Longa. Alba Longa was a mythical city located in the Alban Hills southeast of what would become Rome. ഇപ്പോൾ ഈ റോം എന്ന് പറഞ്ഞാൽ ആദ്യം അതൊരു ആൽബലോങ്, അവിടെ ഒരു മൗണ്ടൻ ആൽബൻ ഹിൽസ് എന്നിട്ട്. ഓക്കെ, അവിടെയാണ് ഈ റോം സ്ഥിതി ചെയ്യുന്നത്. Before the birth of the twins, Numitor was deposed by his younger brother Amulus, who forced Rhea to become a Vestal virgin so that she would not give birth to rival claimants to his title. ഇപ്പോൾ ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് എന്താ വെച്ചാൽ കിങ് ന്യൂമിറ്ററിൻ്റെ ഒരു ബ്രദറായിരുന്നു ആമുലസ്. അയാൾക്ക് കൊട്ടാരം അയാളെ കയ്യിലേക്ക് കിട്ടുവരാൻ, അല്ലെങ്കിൽ ത്രോൺ അയാളെ കയ്യിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ന്യൂമിറ്ററിനെ അവിടുന്ന് ഫോഴ്സ് ചെയ്തിക്കാണ്ട് എവിടെയെങ്കിലും ഒളിപ്പിച്ച് വെക്കുന്നതാണ്. അവിടുന്ന് ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് ആമുലസ്. ഓക്കെ, എന്താ വെച്ചാൽ ഈ കൊട്ടാരത്തെ അധികാരം കിങ് എമിലസിന് കിട്ടാൻ വേണ്ടിയിട്ട്. സോ അതുപോലെ ഇനി ഈ ന്യൂമിറ്ററിൻ്റെ മകളുണ്ടായിരുന്നു റിയ സിൽവിയനെ അവളെയും അടിച്ചു പൂടിയിട്ട് വെസ്റ്റൽ വേർജിൻ എന്ന പ്രസൻറ്റ് ഒരു പ്ലേസ് ഉണ്ട്. അവിടെ ആ ഒരു പ്ലേസിൽ എന്താ വെച്ചാൽ വേറൊരു ഇതുണ്ടാവില്ല, ജസ്റ്റ് ദിവ്യൻ അതൊരു റിച്വൽ പ്രാക്ടീസാണ്. അവിടെ വെച്ചിട്ട് പിന്നെ ഒരു ആചാരപ്രകാരം ആ ഒരു പെണ്ണിന് പിന്നെ കുട്ടികളൊന്നും ഉണ്ടാവാൻ പറ്റില്ല. അപ്പം ഷീ കനോട്ട് ഗീവ് ബർത്ത് ടു എനിവൺ. സോ ആ ഒരു ഇതുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു ത്രോണിലേക്കുള്ള അധികാരം കൊണ്ടുപോകും. അപ്പം അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട്, അത് നശിക്കാൻ വേണ്ടിയിട്ട് അവൾ അതിലേക്ക് കൊണ്ടുപോയി അടിച്ചു മൂട്ടാണ്. ഓക്കെ, ആമുലസ്. അപ്പം ന്യൂമിറ്ററിനെ അവിടുന്ന് മാറ്റി, അതുപോലെ റിയ സിൽവിയനെയും എവിടെ അടിച്ചു പൂട്ടി, വെസ്റ്റൽ വേർജിൻ എന്ന പ്ലേസിൽ വെച്ചിട്ട് കാരണം അവിടെ പോയി കഴിഞ്ഞാൽ അവൾ കല്യാണം കഴിക്കില്ല, അവൾക്ക് കുട്ടികളും ഉണ്ടാവില്ല, ആ ഒരു ആചാരപ്രകാരം. അപ്പം അവിടെ അടിച്ചു മൂടിയിട്ടുണ്ടായിരുന്നു. സോ ദാറ്റ് ഷീ വുഡ് നോട്ട് ഗീവ് ബർത്ത് ടു റൈവൽ ക്ലെയിമൻസ് ടു ഹിസ് ടൈറ്റിൽ. അപ്പം അയാൾക്ക് ആ ത്രോൺ അയാൾക്ക് കിട്ടും എന്നുള്ള നിലക്ക് ആമുലസ് ഇങ്ങനെ ചെയ്തു. However, Rhea was impregnated by the war god Mars and gave birth to Romulus and Remus. അപ്പം ആ അടിച്ചു മൂടിയ സ്ഥലത്ത് നിന്ന് വെച്ചിട്ട് റിയനെ ഗോഡ് ഉണ്ടായിരുന്നു, ഗോഡ് മാർസ് ഇംപ്രഗ്നേറ്റ് ചെയ്യും. ആൻഡ് ഷീ ഗീവ് ബർത്ത് ടു റോമുലസ് ആൻഡ് റീമസ്. അപ്പം അവളെ ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഈ 2 കുട്ടികളും അവരെ ഡെലിവറി ചെയ്യും, റോമുലസും റീമസും. സോ ദിസ് ഈസ് സീൻ ബൈ ആമുലസ് ദെൻ വാട്ട് ഹി ഡിഡ്. അപ്പം അയാൾ എന്ത് ചെയ്യും, അയാൾ ഇനി കൊല്ലാൻ ശ്രമിക്കും. ആമുലസ് ഓർഡർ ദ ഇൻഫൻസ് ഡ്രൗൺ ഇൻ ദ river Tiber about they survived and washed ashore at the foot of Palatine Hill, where they were circled by a she-wolf until they were found by the shepherd Faustulus. അപ്പോൾ ഇവിടെ ഈ 2 കുട്ടികളെയും അയാൾ റിവർ ടിബറിലേക്ക് ഒഴിച്ചു വിടുകയാണ്. ഓക്കെ, ടിബർ നദിയിലേക്ക് ഒഴിച്ചു വിടുകയാണ്. അപ്പം അവിടെ നിന്ന് അവർ ഒരു ഷോറിലെത്തിയിട്ട് അവിടെ നിന്ന് ഒരു ഷീ വുൾഫ് കണ്ട്, ഞാൻ നേരത്തെ നിങ്ങൾക്ക് തുടങ്ങുമ്പോൾ ഒരു ഷീ വുൾഫിൻ്റെ ഫോട്ടോ കണ്ടില്ല. അപ്പം അത് കണ്ടിട്ട് അതാണ് ഈ 2 മക്കളെയും റേസ് ചെയ്യുന്നത്. അൺടിൽ ദേ വർ ഫൗണ്ട്. പിന്നെ അവിടെ നിന്ന് കുറച്ച് കഴിഞ്ഞ് കുട്ടികൾ കുറച്ചുകൊണ്ട് വലുതായപ്പോഴാണ് ഒരു ഷെപ്പേർഡിൻ്റെ കണ്ണിൽ പെടുന്നത്. ഫോസ്റ്റലസ് എന്നൊരു ഷെപ്പേർഡിൻ്റെ റിയർഡ് ബൈ ഫോസ്റ്റലസ് ആൻഡ് ഹിസ് വൈഫ്, the twins later become the leaders of a band of young shepherd warriors. അപ്പോൾ ഇവർ ഈ ഫോസ്റ്റലേഴ്സും അവരെ വൈഫും കൂടി, അവർക്ക് മക്കളില്ലായിരുന്നു, അപ്പോൾ അതുകൊണ്ട് അവരായിരുന്നു റേസ് ചെയ്തിരുന്നത്. ഇനി അവർ നന്നായി വളർത്തി, അവർക്ക് നല്ല ഒരു നല്ല ബാറ്റിലിനൊക്കെ യുദ്ധത്തിന് എല്ലാത്തിനും ഭയങ്കര സ്മാർട്ടായിരുന്നു. ഇപ്പോൾ ഫൈറ്റിങ്ങിലും എല്ലാത്തിലും അവർ നല്ലൊരു വാരിയേഴ്സ് ആയിരുന്നു. അപ്പോൾ അവർ പിന്നെന്തായി, ലീഡേഴ്സ് ആവാൻ തുടങ്ങി. എല്ലാത്തിലും ഫൈറ്റ് ചെയ്ത് കള്ളന്മാരൊക്കെ അടിച്ചു മാറ്റിയ, ഫോറസ്റ്റിലുള്ള കള്ളന്മാരൊക്കെ അടിച്ചു മാറ്റി അവർ പിന്നെന്തായി, അവർ വാരിയേഴ്സായി മാറി, ഷെപ്പേർഡ് വാരിയേഴ്സായി മാറി.
After learning their true identity, they attacked Albalonga, killed the wicked Amulus, and restored their grandfather to throne. ഇപ്പം ഇവരെ സത്യങ്ങൾ അവർ വലുതാകുമ്പം അവരുടെ ഈ സത്യങ്ങളെല്ലാം ഈ ഫോസ്റ്റലസ് അവരെ ഫാദർ റേസ് ചെയ്ത ഫാദർ ഉണ്ടല്ലോ ഫോസ്റ്റലസും യഥാർത്ഥ സത്യങ്ങൾ തുറന്നു പറഞ്ഞു കൊടുക്കും. അപ്പം അവർക്ക് എന്താവും, അപ്പം അവർക്ക് ആ ഒരു ഇതിൽ അവർ ആ നാട് അവരെ വളർത്തിക്കൊണ്ടുവന്ന ആ നാട്ടിലേക്ക് പോവാൻ നോക്കും. അവിടുന്ന് അവർ ഈ ആമുലസിനെ കൊല്ലാൻ കൊന്നിട്ട് പിന്നെ അവരെ ഗ്രാൻഡ് ഫാദർ ഉണ്ടല്ലോ ന്യൂമിറ്ററിനെ തിരിച്ച് അധികാരത്തിലേക്ക് കൊണ്ടുവരും. The twins then desired to found a town on the site where they had been saved by infants. ഇനി അവരെന്താ ചെയ്യുന്നത്, അവർ ഷീവുൾഫ് റേസ് ചെയ്ത സ്ഥലത്ത് നിന്നിട്ട് തന്നെ അവർ ഒരു സിറ്റി കണ്ടുപിടിക്കാൻ തുടങ്ങും. They soon began involved in a petty quarrel. However, Remus was slain by his brother. Romulus then became ruler of the settlement, which was named Rome after him. അപ്പോൾ ഇവിടെ എന്താ സംഭവിക്കുന്നത് വെച്ചാൽ ഇവർ തമ്മിൽ തന്നെ തർക്കമാവും. എവിടെ സെറ്റിൽ ചെയ്യണം അല്ലെങ്കിൽ എവിടെ സിറ്റി സൂട്ട് ചെയ്യണം എന്നുള്ളത് അതിന് വേണ്ടിയിട്ട് അതിൻ്റെ ഒരു ചെറിയൊരു കോറലായിരിക്കും. ആ കോറൽ എന്താവും, റോമുലസ് റീമസിനെ സ്ലെയിൻ ചെയ്യും, അവനെ കൊല്ലും. എന്നിട്ട് റോമുലസ് അവനെ ഉള്ള രാജാവ്, അപ്പോൾ റോമത്തെ രാജാവായി മാറുകയാണ് ഈ റോമുലസ്. ഓക്കെ, ഇനി എന്താ ചോദിച്ചാൽ നൗ in his city now he needed there was lack of women. അപ്പോൾ അവിടെ പെണ്ണുങ്ങൾ കുറവായിരുന്നു. അപ്പോൾ ഹി വാണ്ടഡ് ടു പോപ്പുലേറ്റ് ഹിസ് സിറ്റി. അപ്പോൾ അതിൽ പോപ്പുലേഷൻ കൊണ്ടുവരണം. പിന്നെ വിമൻ വെയർ നോട്ട് ദെയർ. സോ അതിൽ പെണ്ണുങ്ങളില്ലായിരുന്നു. അപ്പം ഇയാൾ എന്ത് ചെയ്തു, ഹി ഡിക്ലെയർഡ് എ ഫെസ്റ്റിവൽ സോ ദാറ്റ്. അപ്പോൾ അടുത്ത സിറ്റി ഉണ്ടായിരുന്നു, സെബീന എന്ന സിറ്റി. അപ്പോൾ അവിടെ ധാരാളം പെൺകുട്ടികളുണ്ടായിരുന്നു. അപ്പം അവിടെ ഒരു ഫെസ്റ്റിവൽ കണ്ടക്ട് ചെയ്യും, ഇവിടെ വെച്ചിട്ടൊരു ഫെസ്റ്റിവൽ, ആൻഡ് ഹീ ഗ്രീറ്റ്സ് ദം. അപ്പോൾ ആ ഫെസ്റ്റിവലിൽ ഗ്രീറ്റ് ചെയ്യും, അവർക്ക് വേണ്ടി ഗ്രീറ്റിങ്സ് കൊടുക്കും. അതിൽ ആ ഫെസ്റ്റിവലിൽ എല്ലാവരും പങ്കെടുക്കും. അപ്പം അയാൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ കിങ് റോമുലസ് എന്ത് ചെയ്യും, അയാളെ കമ്പനി കൂടെയുള്ള ആൾക്കാരൊക്കെ കൂടിയിട്ട് അവിടുത്തെ പെണ്ണുങ്ങളെ തട്ടിക്കൊണ്ടുപോകും. ഓക്കെ, ഡോട്ടേഴ്സിനൊക്കെ തട്ടിക്കൊണ്ടുപോയിട്ട് അങ്ങനെ തട്ടിക്കൊണ്ടുപോയി അവരെന്താവും, അവർ തമ്മിൽ ഈ സെബീനൻ്റെ രാജാവ് ഉണ്ടാവും, കിങ് ടൈറ്റസ് എന്ന രാജാവ്, അയാൾ യുദ്ധം പ്രഖ്യാപിക്കും, വാർ എഗെയിൻസ്റ്റ് ദിസ് Romulus. Okay, now what happens is that again this now this king ഇപ്പം എന്തായി, ഇപ്പം റോം ഈ സെബീന എന്ന പ്ലേസിലുള്ള ഈ സെബീൻ എന്ന സ്ഥലത്തിലുള്ള പെണ്ണുങ്ങളെല്ലാം കൊണ്ടുവരുന്ന സ്ഥിതിക്ക് അപ്പോൾ അവർ ഭയങ്കര വാറാവും. അപ്പോൾ ഈ പെണ്ണുങ്ങളെല്ലാം പുറത്തേക്ക് ഇറങ്ങിയിട്ട് അവർ പറയും ഞങ്ങളെ ഹസ്ബൻഡ്സിനൊന്നും അറ്റാക്ക് ചെയ്യരുതെന്നാണ് അവർ പറയും. ഈ എന്തായാലും ഈ യുദ്ധങ്ങൾ അവസാനിക്കണം എന്ന് പറയും. കാരണം അവരെ മക്കൾ ഇപ്പം എന്തായി, മറ്റേ രാജ്യത്തിൽ ഇപ്പോൾ റോമിൽ സെറ്റിലായി, അവരെ ഹസ്ബൻഡ്സായി, അവരെ റൂമിലുള്ള ആൾക്കാരൊക്കെ അവരെ ഭർത്താക്കന്മാരായി മാറി, ഹസ്ബൻഡ്സായി. സോ ദേ ഡിക്ലെയർ ദാറ്റ് ഇറ്റ് ഷുഡ് ബി എൻഡഡ്, ദ വാർ ഷുഡ് ബി എൻഡഡ്. സോ ദേ കം ഇൻ ടു എ ട്രീറ്റി. അങ്ങനെ ഒരു ട്രീറ്റി വെക്കുമ്പോൾ ഓക്കെ നോ പ്രോബ്ലം, വി ക്യാൻ സെറ്റിൽ. അങ്ങനെ റൂംലെസ്സിൻ്റെ ഈ റൂമിൻ്റെ അണ്ടറിൽ വരും സെബീൻ എന്ന പ്ലേസും, അവിടെ റൂംലെസ്സിൻ്റെ അണ്ടർ വരും. അങ്ങനെയാണ് ഈ റൂം എന്ന പ്ലേസ് ഇവിടെ. സോ ഇൻ ദിസ് വേ ദ റൂം ഈസ് ഫൗണ്ട്. ഓക്കെ, റൂം എന്ന സ്ഥലം ഇവിടെ ഇങ്ങനെ കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്. സോ ദിസ് ഈസ് ദ ഡീറ്റെയിൽഡ് സ്റ്റോറി ഓഫ് ഓർ മിത്തിക്കൽ സ്റ്റോറി ഓഫ് റൂം.